PSC പോസിറ്റീവ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 13 നടക്കാനിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് GKയിൽ നിന്നും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ടോപ്പിക്ക് ആസിഡുകൾ. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അല്ലെങ്കിൽ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഈ കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് എക്സാമിന് ചോദിച്ചതാണ്. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിക്കണം. നമുക്ക് നോക്കാം. ടൊമാറ്റോ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ്. ആപ്പിൾ മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. വിനാഗിരി അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. ലെമൺ സിട്രിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ്. പാൽ തൈര് ലാക്റ്റിക് ആസിഡ്. പാലിലും തൈരിലും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. തമറിൻഡ് അഥവാ വാളംപുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ്. ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഫോമിക് ആസിഡ്. ഗൂസ്ബെറി നെല്ലിക്ക. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ്. നമുക്കറിയാം വിറ്റാമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസ്കോർബിക് ആസിഡ്. ഓയിൽ ഫാറ്റ് സ്റ്റിയറിക് ആസിഡ്. എണ്ണയിലും കൊഴുപ്പിലും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സ്റ്റിയറിക് ആസിഡ്. കോക്കനട്ട് കാപ്രിക് ആസിഡ്. ചായ ടാനിക് ആസിഡ്. ടീ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. മണ്ണ് ഫ്യൂമിക് ആസിഡ്. പ്രോട്ടീൻ അമിനോ ആസിഡ്. യൂറിൻ യൂറിക് ആസിഡ്. ബി വാക്സ് സെറോട്ടിക് ആസിഡ്. ഒന്നും കൂടി പറയാം. ടൊമാറ്റോ ഓക്സാലിക് ആസിഡ്. ആപ്പിൾ മാലിക് ആസിഡ്. വിനെഗർ അസറ്റിക് ആസിഡ്. ലെമൺ സിട്രിക് ആസിഡ്. മിൽക്ക് കേട് ലാക്റ്റിക് ആസിഡ്. തമറിൻഡ് ടാർട്ടാറിക് ആസിഡ്. നെല്ലിക്ക അസ്കോർബിക് ആസിഡ്. ഓയിൽ ഫാറ്റ് സ്റ്റിയറിക് ആസിഡ്. കോക്കനട്ട് കാപ്രിക് ആസിഡ്. ടീ ടാനിക് ആസിഡ്. സോയിൽ ഫ്യൂമിക് ആസിഡ്. പ്രോട്ടീൻ അമിനോ ആസിഡ്. യൂറിൻ യൂറിക് ആസിഡ്. ബി വാക്സ് സെറോട്ടിക് ആസിഡ്. എല്ലാ ആസിഡിലും കോമൺ ആയിട്ട് വരുന്നൊരു ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ് ഉത്തരം. ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡാണ് ലൂയിസ് ആസിഡ്. ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡ് ലൂയിസ് ആസിഡ്. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. H2SO4 എന്നതാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസനാമം. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. എണ്ണ ശുദ്ധീകരണശാലകളിലും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ സൾഫ്യൂരിക് ആസിഡാണ് ഉത്തരം. അതുപോലെ കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. ഡൈനാമിറ്റിൻ്റെ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന ആസിഡ് കൂടിയാണ് സൾഫ്യൂരിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. റോക്കറ്റുകളിൽ ഓക്സിലേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡാണ്. റോക്കറ്റുകളിൽ ഓക്സിലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. ഗോൾഡിൻ്റെ പ്യൂരിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രിക് ആസിഡ് തന്നെയാണ് ഉത്തരം. അതുപോലെ പ്രോട്ടീൻ്റെ പ്രോട്ടീൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതും ഗോൾഡിൻ്റെ പ്യൂരിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതും ആയ ആസിഡാണ് നൈട്രിക് ആസിഡ്. മനുഷ്യ ശരീരത്തിൽ ആമാശയത്തിൽ രൂപപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. HCl ആണ് രാസനാമം. മനുഷ്യൻ്റെ സ്റ്റൊമക്കിൽ രൂപപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് ദഹനത്തിന് സഹായിക്കുന്നു. സ്പിരിറ്റ് ഓഫ് സാൾട്ട് മ്യൂരിയാറ്റിക് ആസിഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് അക്വാറീജിയ. നമുക്കറിയാം സ്വർണം പ്ലാറ്റിനം എന്നിവ ലയിക്കുന്ന ലായനിയാണ് അക്വാറീജിയ. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് അക്വാറീജിയാണ്. അസറ്റിക് ആസിഡ് ഏറ്റവും പഴക്കമുള്ള ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ആസിഡാണ് അസറ്റിക് ആസിഡ്. വിനെഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. റബ്ബർ പാലിനെ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ഉറുമ്പ് തേനീച്ച കടന്നൽ എന്നിവയിൽ കാണപ്പെടുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്.
മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോസയാനിക് ആസിഡ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രോസയാനിക് ആസിഡ്. സോഡ വാട്ടർ കാർബോണിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്നത് സോഡ വാട്ടറാണ്. എന്നാൽ കാർബോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഫിനോളാണ്. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്, B3 നിക്കോട്ടിനിക് ആസിഡ്, B5 പാന്തോതെനിക് ആസിഡ്, B9 ഫോളിക് ആസിഡ്. വിറ്റാമിൻസ് നമുക്ക് പഠിക്കാനുണ്ട്. വിറ്റാമിൻസ്, രാസനാമങ്ങൾ, ഡെഫിഷ്യൻസി, ഡിസീസ് ഇത് കഴിഞ്ഞ് പഠിക്കാം. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോസ്ഫോറിക് ആസിഡ്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോസ്ഫോറിക് ആസിഡ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. pH വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ലായനി ആസിഡാണോ ബേസ് ആണോ എന്ന് നിർണ്ണയിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് pH സ്കെയിൽ. pH എന്നാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. pH സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻസൺ. pH സ്കെയിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് സോറൻസൺ. 0 മുതൽ 14 വരെയുള്ള വാല്യൂസാണ് pH സ്കെയിലുള്ളത്. നടുവിൽ വരുന്നത് 7 7ന് താഴെയുള്ളത് ആസിഡും, അതായത് 7ന് താഴെ pH വാല്യൂസ് വരുന്ന ലായനികൾ ആസിഡും, 7ന് മുകളിൽ pH വാല്യൂസ് വരുന്നത് ബേസുമാണ്. അപ്പം 7 എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ശുദ്ധജലത്തിൻ്റെ pH വാല്യൂ ആണ് 7. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ശുദ്ധജലത്തിൻ്റെ pH വാല്യൂ 7. രക്തത്തിൻ്റെ pH വാല്യൂ 7.4. രക്തത്തിൻ്റെ pH വാല്യൂ 7.4 അല്ലെങ്കിൽ 7.35 to 7.45. ഉമിനീർ 6.5 to 7.4. നാരങ്ങ വെള്ളത്തിൻ്റെ pH വാല്യൂ 2.4. കാപ്പി 5, ചായ 5.5. കടൽ വെള്ളത്തിൻ്റെ pH വാല്യൂ 8.5 ആണ്. കടൽ വെള്ളത്തിൻ്റെ pH വാല്യൂ 8.5, എന്നാൽ മഴവെള്ളത്തിൻ്റേത് 5.6 ആണ്. പാലിൻ്റെ pH വാല്യൂ 6.5. അടുത്തത് വിറ്റാമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ. ജീവകങ്ങളെ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. എന്നാൽ വിറ്റാമിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കാസിമർ ഫങ്കാണ്. കാസിമർ ഫങ്ക് വിറ്റാമിൻ അല്ലെങ്കിൽ ജീവകം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. ജീവകങ്ങളെ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. 13 ജീവകങ്ങളാണുള്ളത്. ഓരോന്നും നോക്കാം. ഓരോന്നിൻ്റെ രാസനാമവും അതുപോലെ ഡെഫിഷ്യൻസി ഡിസീസും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത് വിറ്റാമിൻ എ. സയൻറ്റിഫിക് നെയിമാണ് റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ സയൻറ്റിഫിക് നെയിം റെറ്റിനോൾ. ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് നിശാന്തത, അതുപോലെ സിറോഫ്താൽമിയ. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. അതുകൊണ്ട് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ. വിറ്റാമിൻ B1 രാസനാമം തൈമീൻ. ഡെഫിഷ്യൻസി ഡിസീസാണ് ബെറിബെറി. തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന, അരിയുടെ തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B1. അമിത മദ്യപാനികൾക്ക് കൊടുക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B1. വിറ്റാമിൻ B2 സയൻറ്റിഫിക് നെയിം റിബാഫ്ലാവിൻ. സൂര്യപ്രകാശത്തിൽ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B2. പാലിൻ്റെ നേരിയ മഞ്ഞ നിറത്തിന് കാരണം വിറ്റാമിൻ B2 ആണ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്. അടുത്തത് വിറ്റാമിൻ B3 സയൻറ്റിഫിക് നെയിം നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. ഡെഫിഷ്യൻസി ഡിസീസാണ് പെല്ലഗ്ര. മോണയെയും ത്വക്കിനെയും ബാധിക്കുന്ന രോഗമാണ് പെല്ലഗ്ര. അതുകൊണ്ട് തന്നെ ഈ ഒരു വിറ്റാമിനെ ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നാണ് പറയുന്നത്. വിറ്റാമിൻ B5 പാന്തോതെനിക് ആസിഡ്. വിറ്റാമിൻ B5ൻ്റെ രാസനാമം പാന്തോതെനിക് ആസിഡ്. ഡെഫിഷ്യൻസി ഡിസീസാണ് പരസ്തേഷ്യ. വിറ്റാമിൻ B6 പിരിഡോക്സിൻ. B6ൻ്റെ രാസനാമം പിരിഡോക്സിൻ. ഉറക്കമില്ലായ്മയ്ക്ക് കാരണം ഈയൊരു വിറ്റാമിൻ്റെ അഭാവമാണ്. വിറ്റാമിൻ B7 ബയോട്ടിൻ. ജീവകം H എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B7 ആണ്. മുടി കൊഴിച്ചിലിന് കാരണമാകുന്നത് വിറ്റാമിൻ B7ൻ്റെ കുറവാണ്. വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്. വിറ്റാമിൻ B9ൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്. ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് അനീമിയ ആണ്.
രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് വിറ്റാമിൻ B9. വിറ്റാമിൻ B12 രാസനാമം സയാനോകൊബാലുമിൻ. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B12. എന്താണ് രാസനാമം? സയാനോകൊബാലുമിൻ. ഡെഫിഷ്യൻസി ഡിസീസ് പെർനേഷ്യസ് അനീമിയ. വിറ്റാമിൻ C അസ്കോർബിക് ആസിഡ്. പാലിലും മുട്ടയിലും ഇല്ലാത്തൊരു ജീവകമാണ് അസ്കോർബിക് ആസിഡ്. ഡെഫിഷ്യൻസി ഡിസീസ് സ്കർവി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ C ആണ്. മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നു, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം C. അടുത്തത് ജീവകം D. രാസനാമം കാൽസിഫറോൾ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ D. ഇമ്പോർട്ടൻ്റ് ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ D. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? കാൽസിഫറോൾ. ഡെഫിഷ്യൻസി ഡിസീസാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയെ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ D. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. സൺഷൈൻ വിറ്റാമിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ്. അടുത്തത് വിറ്റാമിൻ E. രാസനാമം ടോക്കോഫെറോൾ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ E ആണ്. വൈറ്റമിൻ ഇയുടെ കുറവ് വന്ധ്യതയ്ക്ക് കാരണമാകും. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായി കാണുന്ന ഒരു ജീവകമാണ് ജീവകം E. അടുത്തത് വിറ്റാമിൻ K. രാസനാമം ഫില്ലോക്വിനോൺ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ K. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ K. രാസനാമം ഫില്ലോക്വിനോൺ. വിറ്റാമിൻ കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബ്ലഡ് ലോസ് ആണ്. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥ. ഒരു മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത് വിറ്റാമിൻ കെയുടെ അഭാവം മൂലമാണ്. ഇനി വിറ്റാമിൻസിനെ രണ്ടായി തരംതിരിക്കാം. ഫാറ്റ് സൊല്യൂബിൾ, അതായത് കൊഴുപ്പിൽ ലയിക്കുന്നവയും വാട്ടർ സൊല്യൂബിൾ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്നവയും. ജലത്തിൽ ലയിക്കുന്നത് വിറ്റാമിൻ ബിയും സിയുമാണ്. ബാക്കി A, D, E, K ഇത് 4 ഫാറ്റിൽ ലയിക്കുന്നവയാണ്. ജലത്തിൽ ലയിക്കുന്നവ വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. കൊഴുപ്പിൽ ലയിക്കുന്നവ വിറ്റാമിൻ A, D, E, K. ജീവകങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ശാസ്ത്രശാഖകൾ അല്ലെങ്കിൽ പഠനശാഖകളാണ്. ഹിസ്റ്റോളജി, സ്റ്റഡി ഓഫ് ടിഷ്യൂ. ശരീരകലകളെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. എന്നാൽ കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. ഊവോളജി, സ്റ്റഡി ഓഫ് എഗ്സ്. മുട്ടയെക്കുറിച്ചുള്ള പഠനം ഊവോളജി. ഫംഗസിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനമാണ് പാലിയൻ്റോളജി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. കീടങ്ങളെക്കുറിച്ചുള്ള പഠനം എൻഡമോളജി. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം ഓങ്കോളജി. പൂവുകളെക്കുറിച്ചുള്ള പഠനം ആന്തോളജി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. പാറകളെക്കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി. കാറ്റിനെക്കുറിച്ചുള്ള പഠനം അനീമോളജി. മനുഷ്യനെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ നരവംശാസ്ത്രം എന്നറിയപ്പെടുന്നത് ആന്ത്രോപോളജി. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോണമി. ജീവനെക്കുറിച്ചുള്ള പഠനം ബയോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. ഇങ്ങനെ ഓരോ ശരീരാവയവങ്ങളെക്കുറിച്ചുള്ള പഠനം ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ത്വക്കിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. അടുത്തത് രക്തഗ്രൂപ്പുകൾ നോക്കാം. രക്തഗ്രൂപ്പുകൾ AB, O 4 രക്തഗ്രൂപ്പുകളുണ്ട്. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റെയ്നറാണ്. എന്നാൽ രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവേ ആണ്. ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയത് വില്യം ഹാർവേ. ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റെയ്നർ. ഈ രക്തത്തിലെ RH ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ്. RH ഫാക്ടർ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് പോസിറ്റീവും RH ഫാക്ടർ ഇല്ല എങ്കിൽ നെഗറ്റീവുമാണ്.
അപ്പം ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് നെഗറ്റീവ് ആണ് എന്ന് പറയുന്നത് RH ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ്. യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്ന് പറയുന്നത് AB ഗ്രൂപ്പാണ്. സാർവത്രിക സ്വീകർത്താവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. യൂണിവേഴ്സൽ ഡോണർ അല്ലെങ്കിൽ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പാണ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ആൻറ്റിബഡി ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. പരസ്പരം യോജിക്കാത്ത ബ്ലഡ് ഗ്രൂപ്പ്സ് കൂടിച്ചേരുമ്പോഴുള്ള ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് അഗ്ലൂട്ടിനേഷൻ എന്നാണ്. 4 തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്: AB, O. രക്തത്തിലെ RH ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് പറയുന്നത്. യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്ന് പറയുന്നത് AB ഗ്രൂപ്പ്. യൂണിവേഴ്സൽ ഡോണർ O ഗ്രൂപ്പ്. ആൻറ്റിജൻ ഇല്ലാത്തത് O ഗ്രൂപ്പാണ്. ആൻറ്റിബഡി ഇല്ലാത്തത് AB ഗ്രൂപ്പാണ്. പരസ്പരം യോജിക്കാത്ത ബ്ലഡ് ഗ്രൂപ്പ്സ് കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് അഗ്ലൂട്ടിനേഷൻ എന്നാണ്. അടുത്തത് അഗ്രികൾച്ചറൽ റെവല്യൂഷനാണ്. തേനീച്ച കൃഷി അപ്പിക്കൾച്ചർ, മുയൽ വളർത്തൽ കൂണിക്കൾച്ചർ, മത്സ്യകൃഷി പിസിക്കൾച്ചർ, കടൽ മത്സ്യകൃഷിയാണെങ്കിൽ മാരിക്കൾച്ചറാണ്, പച്ചക്കറി വളർത്തൽ ഒലേറിക്കൾച്ചർ, അലങ്കാര സസ്യങ്ങളെ വളർത്തൽ ഫ്ലോറിക്കൾച്ചർ, പഴം പച്ചക്കറി ഹോർട്ടിക്കൾച്ചർ, മൾബറി കൃഷി മോറിക്കൾച്ചർ, കൂൺ കൃഷി മഷ്റൂം കൾച്ചർ, മുന്തിരി കൃഷി വിറ്റിക്കൾച്ചർ, മണ്ണിര കൃഷിയാണ് വേർമിക്കൾച്ചർ, പട്ടുനൂൽ കൃഷി സെറിക്കൾച്ചർ. ഒന്നും കൂടി പറയാം: തേനീച്ച കൃഷി അപ്പിക്കൾച്ചർ, മുയൽ വളർത്തൽ കൂണിക്കൾച്ചർ, മത്സ്യകൃഷി പിസിക്കൾച്ചർ, കടൽ മത്സ്യകൃഷി മാരിക്കൾച്ചർ, പച്ചക്കറി വളർത്തൽ ഒലേരിക്കൾച്ചർ, അലങ്കാര സസ്യങ്ങളെ വളർത്തൽ ഫ്ലോറിക്കൾച്ചർ, പഴം പച്ചക്കറി ഹോർട്ടിക്കൾച്ചർ, മൾബറി കൃഷി മോറിക്കൾച്ചർ, കൂൺ കൃഷി മഷ്റൂം കൾച്ചർ, മുന്തിരി കൃഷി വിറ്റിക്കൾച്ചർ, മണ്ണിര കൃഷി വേർമിക്കൾച്ചർ, പട്ടുനൂൽ കൃഷി സെറിക്കൾച്ചർ. വനസസ്യങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണം സിൽവിക്കൾച്ചർ. വരുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് വേണ്ടി GKയിൽ നിന്നും കുറച്ച് സയൻസ് ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്